മലയാള സിനിമയിലെ പകരം വെക്കാനില്ലാത്തൊരു നടൻ തന്നെയാണ് കുതിരവട്ടം പപ്പു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് ഓർക്കാനുണ്ട്. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ ആ അമ്മാവിൻ്റെ വേഷം ആർക്കാണ് മറക്കാൻ പറ്റുക? അതുപോലെ തന്നെ വെള്ളാനകളുടെ നാട്ടിലെ ആ എൻജിൻ ഡ്രൈവറായിട്ട് വരുന്ന കഥാപാത്രം, സുലൈമാൻ എന്ന കഥാപാത്രം, എത്ര കഴിഞ്ഞാലും അത് ആർക്കും മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രമാണ്. ജയൻ നായക പദവിയിലേക്ക് ഉയർന്ന ഒരു ചിത്രമായിരുന്നു അങ്ങാടി. അങ്ങാടി എന്ന ചിത്രത്തിൽ പപ്പുവിൻ്റെ വേഷം വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു വേഷമായിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും അഭിനയിച്ച വാർത്ത എന്ന ചിത്രത്തിലെ പപ്പുവിൻ്റെ ഹംസ എന്ന കഥാപാത്രം നല്ലൊരു കഥാപാത്രമാണ്. അതിൽ കള്ളുഷാപ്പിൽ വെച്ച് തനിക്കുണ്ടായ പോലീസ് മർദ്ദനത്തെക്കുറിച്ച് മോഹൻലാലിനോട് വിവരിക്കുന്ന രംഗമുണ്ട്. വളരെ രസകരമായിട്ടാണ് ആ രംഗം പപ്പു അഭിനയിച്ചിട്ടുള്ളത്. ചിത്രത്തിൽ വേണു നാഗവള്ളി പാടാൻ നിർബന്ധിക്കുമ്പോൾ പപ്പു തൻ്റെ അനുഭവങ്ങൾ വെച്ച്, തൻ്റെ ഓർമ്മകൾ വെച്ച് പാടുന്നൊരു പാട്ടുണ്ട്. ഇന്നലകൾ ഇതുവഴിയേ പോയി നൊമ്പരമാം പുഞ്ചിരിയിൽ എന്നുള്ള ഒരു ഗാനം. ആ ഗാനരംഗം വളരെ മനോഹരമായിട്ടാണ് പപ്പു അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ മൃഗയ എന്ന ചിത്രത്തിലെ ആ കഥാപാത്രം, പുലിയെ കണ്ട് പേടിച്ചോടി നാട്ടുകാരെല്ലാം അറിയിക്കുന്ന ആ കഥാപാത്രം എത്ര രസകരമായിട്ടാണ് പപ്പു അഭിനയിച്ചിട്ടുള്ളത്. തന്നെ വിയറ്റ്നാം കോളനിയിലെ കല്യാണ ബ്രോക്കറായി അഭിനയിച്ച കഥാപാത്രം, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലെ കാർ മെക്കാനിക്ക്. കോഴിക്കോട് കുതിരവട്ടം സ്വദേശിയായ പത്മദളാഷൻ എന്ന പപ്പു 1964 പ്രേംനസീർ മധു അഭിനയിച്ച ഭാർഗവീ നിലയം എന്ന ചിത്രത്തിലാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അതിൻ്റെ മുന്നേ ചെറിയ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടത് ഭാർഗവീ നിലയം എന്ന ചിത്രത്തിലാണ്. അതിൽ കുതിരവട്ടം പപ്പു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരും. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിലെ നായികയായ വിജയ നിർമ്മലയുടെ വേലക്കാരനായിട്ടാണ് പപ്പു അഭിനയിച്ചിട്ടുള്ളത്. വീട്ടുകാർക്കിടയിൽ കവിതയും നോവലും എല്ലാം എഴുതുന്ന ഒരു കഥാപാത്രമാണ് പപ്പുവിൻ്റെത്. നായികയായ വിജയ നിർമ്മലയ്ക്ക് പപ്പുവിനോട് പ്രത്യേക സ്നേഹവും ഇഷ്ടവുമൊക്കെയാണ്. അതുപോലെ നഗരത്തിൽ സംസാര വിഷയം, ചന്ദ്രലേഖ, അധിപൻ, അനുപല്ലവി, അങ്ങനെ ചില പടങ്ങളിലൊക്കെ വളരെ രസകരമായിട്ടാണ് പപ്പു അഭിനയിച്ചിട്ടുള്ളത്. അനുപല്ലവിയിൽ ജയൻ്റെ സുഹൃത്തായിട്ട് ജയന് പ്രേമിക്കാൻ ക്ലാസ് കൊടുക്കുന്നതും ആദ്യ രാത്രി എങ്ങനെയാണ് ഇടപഴകേണ്ടതെന്ന് ക്ലാസ് എടുക്കുന്നതൊക്കെ രംഗം വളരെ രസകരമായിട്ടാണ് പപ്പുവും ജയനും അഭിനയിച്ചിട്ടുള്ളത്. പപ്പു മോഹൻലാലിൻ്റെ ഡ്രൈവറായിട്ട് അഭിനയിച്ച ഒരു ചിത്രമാണ് കെ മധു സംവിധാനം ചെയ്ത അധിപൻ എന്ന പടം. അതിൽ മോഹൻലാൽ ഒരു അഡ്വക്കേറ്റാണ്. പപ്പു മോഹൻലാലിൻ്റെ ഡ്രൈവറാണെങ്കിലും അവർ സുഹൃത്തുക്കളെ പോലെയാണ് ചിത്രത്തിൽ ഇടപഴകുന്നത്. വളരെ അധികം കോമഡി രംഗങ്ങൾ അവർ തമ്മിലുണ്ട്. അതിൽ പപ്പു അഡ്വക്കേറ്റായ മോഹൻലാലിൻ്റെ വക്കീൽ കോട്ടെല്ലാം അണിഞ്ഞ് മോഹൻലാലിൻ്റെ വീട്ടിൽ വെച്ച് മോഹൻലാലിൻ്റെ പ്രേമത്തെക്കുറിച്ച് വിചാരണയും വിധിയെല്ലാം പറയുന്ന ഒരു സീനുണ്ട്. വളരെ രസകരമായിട്ടാണ് മോഹൻലാലും പപ്പുവും ആ സീനെല്ലാം അഭിനയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അഭിശേഷിയുടെ അവളുടെ നാവുകൾ എന്ന ചിത്രത്തിലെ സൈക്കിൾ റിക്ഷക്കാരൻ, രാത്രികാലങ്ങളിൽ സീമയും കൊണ്ട് സൈക്കിൾ റിക്ഷയിൽ കറങ്ങുന്ന ആ കഥാപാത്രം, അതൊരു മികച്ച കഥാപാത്രമാണ്. അതുപോലെ ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ആ കേഷ്യർ, ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്ന ചിത്രത്തിൽ പ്രേംകുമാറിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ഒരു കഥാപാത്രം. അതിൽ തൻ്റെ മകളെയും കൊണ്ട് ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ബസ്സിലെ കണ്ടക്ടറായ കലാഭവൻ നവാസുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വളരെ ചിരിക്കാനുള്ളൊരു കഥാപാത്രമാണത്. ഇന്നസെൻ്റ് നായകനായ ഡോക്ടർ പശുപതി എന്ന ചിത്രത്തിലെ സംസാരിക്കാൻ വിക്കുള്ള പപ്പുവിൻ്റെ ആ കഥാപാത്രം എത്ര രസകരമായിട്ടാണ് പപ്പു അഭിനയിച്ചിട്ടുള്ളത്. ചിത്രത്തിൽ ജഗദീഷിൻ്റെയും ജഗതിയുടെയും കൂടെ ഉള്ള ആ നാടൻ കഥാപാത്രം വളരെ രസകരമായിട്ടാണ് പപ്പു എല്ലാം അഭിനയിച്ചിട്ടുള്ളത്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന ജയറാം ചിത്രത്തിൽ ജയറാം സ്നേഹിക്കുന്ന പാർവതിയുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ ഓരോ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്ന പപ്പുവിൻ്റെ ആ കഥാപാത്രം, 2 ഗുണ്ടകളെ കൊണ്ട് അവളെ ആക്രമിക്കാൻ പറയുകയും അവിടെ നീ വന്ന് അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവളുടെ ഇഷ്ടം നിനക്ക് സമ്പാദിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന കഥാപാത്രം, വളരെ രസകരമായ ചിത്രമാണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. വേണു നാഗവള്ളി സംവിധാനം ചെയ്ത ഓട്ടോ എന്ന ചിത്രം ഒരു വൻ വിജയം നേടിയ ചിത്രമായിരുന്നു. അതിൽ മോഹൻലാൽ, പപ്പു,
മണിയമ്പിള്ളി രാജു, ഗണേഷ് എല്ലാവരും ഓട്ടോ ഡ്രൈവറായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിൽ പപ്പുവിൻ്റെ ഓട്ടോയിൽ നിന്നും വീണ് കിട്ടുന്ന കുറേ പണം പപ്പു ഓട്ടോ സ്റ്റാൻഡിൽ വന്നിട്ട് എല്ലാ ഡ്രൈവർമാർക്കും വീതം വെച്ച് കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. വളരെ അധികം തമാശകൾ നിറഞ്ഞൊരു ചിത്രമായിരുന്നു പപ്പുവിൻ്റെ ആ കഥാപാത്രം. പേടിത്തൊണ്ടനായ പപ്പു അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഭയത്തോടെ കാട്ടിലേക്ക് ഈറ്റ വെട്ടാൻ പോകുന്ന IV ശശിയുടെ ഈറ്റ എന്ന ചിത്രത്തിലെ ആ കഥാപാത്രം പ്രേക്ഷകരെ വളരെയധികം ചിരിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു. ഈ ചിത്രത്തിൽ മധു, സോമൻ, കമൽഹാസൻ, ഷീല തുടങ്ങിയവരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഒരു വൻ ഹിറ്റായ ചിത്രമായിരുന്നു ഈറ്റ. പപ്പു കോമഡി അഭിനയിക്കുന്ന പോലെ തന്നെ സീരിയസ് ആയ റോളും വളരെയധികം ഭംഗിയായിട്ട് അവതരിപ്പിക്കാറുണ്ട്. ഒരുപാട് ചിത്രങ്ങളിൽ സീരിയസ് കഥാപാത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെടുത്തു പറയേണ്ടത് ദ കിങ് എന്ന ചിത്രത്തിൽ അഭിനയിച്ച സ്വതന്ത്ര സമര സേനാനിയുടെ വേഷം വളരെയധികം ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, പപ്പുവിൻ്റെയും മറ്റു കോമഡി താരങ്ങളുടെയും വീഡിയോകൾ ഇനിയും ചെയ്യാനുണ്ട്. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.